ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. ഞാൻ ഇന്നിവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോണേന്നല്ലേ, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിക്കിളാക്കിയാലോ, അച്ചാർ. ഞാൻ കുരുമുളക് ഇവിടെ അടർത്തി എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് കുരുമുളക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അടർത്തി അതേ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് അച്ചാറിട്ടാലോ. അപ്പോൾ നമുക്ക് ഈ കുരുമുളക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വാ കൂട്ടുകാരെ, നമുക്ക് ഈ കുരുമുളക് അച്ചാറൊന്ന് നോക്കാം. ഇന്നും നീ വന്നോ? അയ്യോ, ഇത് ദിവസം നിനക്കൊരു അഭ്യാസമായി തീർന്നേക്കുവാണ്. അവൾക്ക് ദിവസം വീഡിയോ എടുക്കുമ്പോൾ വരണം. ഇവക്ക് വീഡിയോ എടുക്കുമ്പോൾ ദിവസം ഇത് അഭ്യാസമായി തീർന്നു. നീ ഇത് കണ്ട് മനസ്സിലാക്കിയ കറക്റ്റ് സമയത്ത് വരും അല്ലേ? ഉണ്ടോ ഒപ്പത്തിനൊപ്പം വന്ന് നിൽക്കുന്നതുണ്ടോ? എന്നതാ നോക്കിയാ ടൈനി നിൽക്കുന്നേ. ടൈനി ഇവള് കണ്ടോ, കാണിക്കുന്ന കണ്ടോ? ജിങ്കിരിക്കിട്ട് ഓർമ്മ കൊടുക്കണം നമുക്കല്ലേ. നമ്മളൊന്നും വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ തെറ്റിക്കാൻ വരില്ലെന്നേ. അവളവിടെ ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ കുരുമുളക് ആദ്യമേ ഒന്ന് വാട്ടി കോരുവാണ്. അതിന് നമ്മൾ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും. ഈ നല്ലെണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ കുരുമുളകിനെ ഒന്ന് വാട്ടി കോരുക. അപ്പോൾ പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കുരുമുളക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്, എണ്ണയ്ക്കകത്തൊന്ന് വാടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ അങ്ങ് കോരി മാറ്റുവാണ്. അപ്പം അതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കുറേശ്ശെ കോരി ഇങ്ങനെ മാറ്റിയെടുക്കാം. മാറ്റി കോരി ഇട്ടിട്ട് വേണം അടുത്ത് നമ്മളിനി അച്ചാറിടാൻ തുടങ്ങാൻ. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ. അപ്പം നമ്മൾ കുരുമുളകെല്ലാം നമ്മൾ എണ്ണയിൽ വാട്ടി കോരി എടുത്തിട്ടുണ്ട് അച്ചാറിടാനുള്ളത്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. കുരുമുളകായത് കാരണം പച്ചമുളക് ഇടുന്നില്ല, അതിന് എരിവുള്ളതല്ലേ. അതെ, അതുകൊണ്ട് പച്ചമുളക് വേണ്ട. അതിന് പകരം നമുക്ക് കരിയാപ്പല കിടക്കട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും കരിയാപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിയും പിന്നെ ഇച്ചിരി അച്ചാർ പൊടി, ഉലുവ ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇനി പൊടിച്ചിടുന്നില്ല. അപ്പോൾ ഇച്ചിരി അച്ചാർ പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടി, നമ്മൾ വീട്ടിൽ സ്വന്തം പൊടിപ്പിച്ച മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ്. കുരുമുളകിന് ഒരുപാട് എരിവ് വേണ്ട, കുരുമുളക് തന്നെ എരിവുള്ള സാധനമല്ലേ. അപ്പോൾ ഇത്രയും പൊടികൾ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കുക. അത് മൂത്ത് വന്നപ്പോൾ നമുക്ക് ഇവിടെ കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കുരുമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തീ സിമ്മിൽ ഇടാവുള്ളൂ കേട്ടോ. ഇതിനകത്ത് വെള്ളമോ ഇതൊന്നും ചേർക്കുന്നില്ലേ. ഇനി നമ്മൾ എക്സ്ട്രാ ഒരു ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാർ പൊടിക്കകത്തുണ്ട് എന്തെങ്കിലും ഇച്ചിരി കൂടെ അല്ലേ. എക്സ്ട്രാ ഒരു ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മതി. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സാധനം ഒഴിച്ചില്ല, നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിന് എരിവുണ്ടല്ലോ, അപ്പോൾ പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ വിനാഗിരി കടന്ന് വേണം അല്ല കുരുമുളക് ഒന്ന് മെൽറ്റാകാൻ, സ്മൂത്തായി നല്ല സോഫ്റ്റായി വരണം. ഇത് ഇട്ട പടിയെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള അച്ചാറല്ല ഇത്. ഇത് ഇരിക്കണം കുറച്ച് ഇരുന്ന് ഇതെല്ലാം സോഫ്റ്റായിട്ട് നല്ല മൃദുവായിട്ട് വന്നു കഴിഞ്ഞേ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാൻ കൊള്ളുള്ളൂ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ പൂർണ്ണമായി. ഇത്രയേ ഉള്ളൂ ഈ അച്ചാറിൻ്റെ പരിപാടി. ഉപ്പ് നോക്കിയപ്പോഴേ ഇച്ചിരി ഉപ്പ് കുറവാണേ. അപ്പം ഈ സമയത്ത് നമുക്കൊരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, എന്നിട്ടെല്ലാം ഒന്ന് യോജിപ്പിക്കാം. അപ്പോഴേ ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്, ഉപ്പും പുളിയും എല്ലാം കറക്റ്റുണ്ട്. ഇപ്പം ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാൻ പറ്റത്തില്ല കേട്ടോ. കുരുമുളക് അച്ചാറിനകത്ത് ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ പാടില്ല. ചേർത്താൽ അച്ചാർ ഫ്ലോപ്പായി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി ഇത് നമ്മൾ കോരി ആറിക്കഴിഞ്ഞിട്ട് നല്ല ചില്ല് ഗ്ലാസ് ഉള്ള ഭരണിയിൽ ഇട്ട് നല്ല
ടൈറ്റാക്കി മുറുക്കി വെച്ചാൽ ഈ അച്ചാർ കേടാകത്തില്ല. ഇത് നല്ലെണ്ണയിലാണ് ഇട്ടേക്കുന്നത്, കേടാകത്തില്ല. അത് ഇരുന്ന് നല്ല സ്മൂത്താകണം, നല്ല ഒരു മൃദു വരണം. മൃദുത്വം വന്നു കഴിയുമ്പോഴത്തേനും ഇത് ഈ അരപ്പെല്ലാം അത് പിടിക്കും. അന്നേരം കുരുമുളക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഇവിടം കൊണ്ട് നമ്മുടെ അച്ചാർ ഫിനിഷായി. നിങ്ങളും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്തവരായിരിക്കും കൂടുതലും പേരും, അറിയാവുന്നവരായിരിക്കും. അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ, ഇതുപോലെ ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ബൈ. സീ യു.